മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഇല്ല, ആരാത്? അദ്ദേഹം പ്രശസ്തനായ ജർമ്മൻ ചിന്തകനാണ്. മുസ്ലിമാ? അല്ലല്ല, മൈക്കിൾ എച്ച് ഹാർട്ട് എങ്ങനെ മുസ്ലിം ആകാം? ശരി. മൈക്കിൾ ചാർട്ട് ഇപ്പോൾ മുഹമ്മദ് നബീനെ പൊക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്താ കാര്യമുള്ള? പുള്ളിന്ന് അറിയത്തില്ലല്ലേ? ലോകത്തെ ഏറ്റവും സ്വാധീനം നല്ല മനുഷ്യന്മാര്, ആ നല്ല മനുഷ്യന്മാർ, ഒന്നാം നമ്പർ മുഹമ്മദ് നബി എന്നാ പറയുന്നത് നിങ്ങൾക്ക്? നല്ല മനുഷ്യന്മാര്. നല്ല മനുഷ്യന്മാർ. ശരി. എന്താണ് ബുക്കിന്റെ പേര്? 100 ഇൻഫ്ലുവൻസ് പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ്. അതിൽ ഒന്നാം നമ്പർ മുഹമ്മദ് നബി, അതറിയോ? ശരി. അതിനകത്ത് വേറെ ആരൊക്കെയുള്ള? അതില് മൂന്നാം നമ്പറാണ് ഈസാ നബി. പിന്നെ ബാക്കി? ഐൻസ്റ്റീനൊക്കെ സ്വർഗത്തിലാണോ? അല്ല, അതല്ലല്ലോ ഇവിടെ വിഷയം. നിങ്ങളിപ്പോ സ്വാധീനിക്കുന്ന മനുഷ്യനായിട്ടും സ്വർഗത്തിൽ പോലും പിന്നെ സ്വാധീനിച്ചിട്ട് എന്താ കാര്യമുള്ളത്? അതില് ഹിറ്റ്ലർ ഉണ്ടോ ആ ലിസ്റ്റില്? ഹിറ്റ്ലർ ഇല്ല. ഹിറ്റ്ലർ സ്വാധീനിക്കപ്പെട്ട വ്യക്തിയല്ലല്ലോ. ഹിറ്റ്ലർ ഇല്ലേ ആ ലിസ്റ്റില്? ഹിറ്റ്ലർ ഇല്ല. ഹിറ്റ്ലർ ഉണ്ടല്ലോ മോനെ, അതെന്താ കണ്ടില്ലേ? ഹിറ്റ്ലർ എത്രാമത്തെ? 39. അപ്പൊ ഹിറ്റ്ലർ നല്ല മനുഷ്യനാണോ? ഹിറ്റ്ലർ നല്ല മനുഷ്യനല്ലല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ ആ ലിസ്റ്റിൽ വന്നത്? ഹിറ്റ്ലറും മുഹമ്മദ് നബിയൊക്കെ ഒരേ സ്കെയിലിൽ വെച്ച് അളക്കാൻ പറ്റിയ ആളുകളാണോ? നിങ്ങൾ പറയൂ, ഈ പറഞ്ഞ രണ്ട് വ്യക്തികളും ഒരു സ്കെയിലിൽ വെച്ച് അളക്കാൻ പറ്റിയ ആളുകളാണോ? അങ്ങനെ ഒരിക്കലും. അപ്പൊ പിന്നെ എങ്ങനെ സ്വാധീനിക്കപ്പെട്ട 100 പേരുടെ ലിസ്റ്റിൽ മുഹമ്മദ് നബി ഹിറ്റ്ലറും വരുന്നത് ശരിയാണോ കോയ? അങ്ങനെയല്ലല്ലോ. അങ്ങനെയാണല്ലോ. പുസ്തകം നിങ്ങൾ പറഞ്ഞ പുസ്തകം, നിങ്ങൾ തന്നെ പറഞ്ഞ ലിസ്റ്റ്, നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ അത് ശരിയാണോ? അങ്ങനെയല്ല. എങ്ങനെയല്ല?